കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ കമൻറ്റിലൂടെ ഇങ്ങനെ കുത്തിയിരുന്ന് മറുപടി വയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. എപ്പോഴും നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടാവണം. കണ്ടീഷണർ മസ്റ്റ് ആണ് കേട്ടോ, അത് എന്തായാലും മറക്കരുത്. ഇതൊരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മു എന്താണ് ഹെയർ കെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്, ഹെയർ കെയറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഷാമ്പു കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു 2 ദിവസം എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. ഞാൻ പ്ലമ്മിന്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് നല്ല മൈൽഡ് ആയിട്ടുള്ളതാണ്, കോക്കനട്ട് ഫ്ലേവർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തലയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ പ്രോട്ടീനും എല്ലാ സംഭവങ്ങളും ഈ ഒരു ഷാമ്പൂലും ഉണ്ട്. ഈ ഷാമ്പൂവിന്റെ തന്നെ കണ്ടീഷണറാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ പണ്ട് നാളികേരൊക്കെ അരച്ചിട്ട് നമ്മൾ തലയിൽ തേക്കാറില്ലേ, ആ ഒരു സ്മെല്ലും അതാണ് കേട്ടോ ഇതിലുള്ളത്. ഇതിൽ ഒരു കെമിക്കലോ ഒരു പാരബിൻ സൾഫേറ്റ് ഒന്നും അടങ്ങിയിട്ടില്ല. നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പും കണ്ടീഷണറും കൂടിയാണ് കേട്ടോ പ്ലമ്മിന്റെ ഈ ഒരു കോക്കനട്ട് എന്നുള്ളൊരു വേരിയന്റിലാണ് ഇത് വരുന്നത്. ഞാനിവിടെ മേലെ ആരോ മാർക്ക് കൊടുത്തിട്ടില്ല, അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ആ ഒരു സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 3-4 വർഷമായിട്ട് ഞാനിപ്പോൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് ആലോചിച്ചാൽ എന്തുകൊണ്ട് ഞാൻ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സംഭവം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടും കേട്ടോ, നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സിൽക്കി സ്മൂത്ത് ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മതി കേട്ടോ. ഒരിക്കലും ചകിരി പോലെ റഫ്നെസ് ആയിട്ട് ഒരിക്കലും വരില്ല. 100% ഉറപ്പാണ്. ഇത് തേച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് തന്നെ ചീത്ത പറയാം കേട്ടോ. അത്രയും പ്രോട്ടീനുകളും ഇതിൽ അടങ്ങിയിട്ട് നമുക്ക് അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഷാമ്പൂ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ. ഫുൾ ഓഫ് നമ്മൾ കണ്ടീഷണർ ഒരിക്കലും കഴുകി കളയരുത്. കാരണം കണ്ടീഷണറാണ് നമ്മുടെ തലമുടിക്ക് അത്രയും പ്രൊട്ടക്ഷൻ തരുന്നത് കേട്ടോ. പ്ലമ്മിന്റെ തന്നെ പല ഷാമ്പുകളും വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്നുമല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോക്കനട്ട് തേങ്ങാപ്പാലും കൊണ്ടുള്ള ഒരു ഷാമ്പൂവും അതുപോലെ തന്നെ കണ്ടീഷണറും കൂടിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ അതിൽ വീണിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. പക്ഷെ എൻ്റെ മുടിക്ക് പറ്റുമല്ലേ അറിയില്ലല്ലോ. പക്ഷെ ഇത് എല്ലാവരും മുടിക്ക് പറ്റും. ഇവിടെ അമ്മയ്ക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലമ്മിന്റെ കോക്കനട്ട് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്.